അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു നൂറിലെ 22 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 23-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളും മേൽപ്പറഞ്ഞ ഹാദിസത്തുൽ ഇഫ്ക് എന്ന ഐഷ ബീവിക്കെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കിയ സംഭവത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ തന്നെയാണ്. അത് വലിയൊരു അധ്യായമാണ്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ വലഹും അദാബുൻ അളീം. ഇന്നല്ലദീന യർമൂന, തീർച്ചയായും അപവാദം പറയുന്നവർ. ഇന്നല്ലദീന യർമൂന, തീർച്ചയായും അപവാദം പറയുന്നവർ. അൽ മുഹ്സനാത്തി, ചാരിത്രവതികളായ സ്ത്രീകളെക്കുറിച്ച്. അൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളായ സ്ത്രീകളെക്കുറിച്ച്. അവർ ലുഇനൂ, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഫിദ്ദുനിയാ, ദുനിയാവിലും. വൽ ആഖിറ, ആഖിറത്തിലും. വലഹും അദാബുൻ അളീം, അവർക്ക് ഘോരമായ ശിക്ഷയാണ് ഉണ്ടായിരിക്കുക. 23-ാമത്തെ ഈ ആയത്തിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഅ്മിനാത്തും, അതായത് വിശ്വാസിനികളും, ഗാഫിലാത്തും, അതായത് അശ്രദ്ധരായ, അതായത് എന്താണ് പറയുക, നിനക്കുക പോലും ചെയ്യാത്ത, അത്തരം തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത, അതാണ് ഗാഫിലാത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ മുഹ്സനാത്തായ ആൾക്കാർ. മുഹ്സനാത്ത് പറഞ്ഞാൽ ചാരിത്രവതി. 3 വാക്കിൻ്റെയും ആ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ചാരിത്രവതി. ഗാഫിലാത്ത് എന്ന് പറഞ്ഞാൽ ദുർനടപ്പിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത. മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസിനികളായ. അങ്ങനത്തെ ആൾക്കാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശാപമുണ്ട്. മാത്രമല്ല, അവർക്ക് ആഖിറത്തിൽ അദാബുൻ അളീം, വലിയ ശിക്ഷയുമുണ്ട്. ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണല്ലോ അപവാദം പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനത്തെ ആൾക്കാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം. ഈ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപവാദം പറഞ്ഞ ആൾക്കാരെ കണ്ടുപിടിച്ചു. അവരെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്തു. 80 അടിയാണ് അവർക്കുള്ള ശിക്ഷ. ആ ശിക്ഷ നൽകുകയും ചെയ്തു. ആ ശിക്ഷ നൽകി എന്നതുകൊണ്ട് അവർക്ക് അന്ത്യനാളിൽ ശിക്ഷയുണ്ടായിരിക്കുകയില്ല എന്നർത്ഥമില്ല. അത് അള്ളാഹുവിൻ്റെ പരമമായ തീരുമാനമാണ്. അള്ളാഹ് എന്നാലും വേണമെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കും, എന്നാലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കും. അത് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരാൾ കട്ടു അയാളെ കൈ മുറിച്ചാൽ അത് ദുനിയാവിലെ സിവിൽ നിയമമാണ്. ആ നിയമത്തിനും അനുസരിച്ച്, സിവിൽ നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശം താൽക്കാലികമായിട്ടുള്ള ഈ ഒരു സാമൂഹ്യ സമാധാനമാണ്. സമൂഹത്തിൽ ശാന്തി ഉണ്ടാകുക, കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇസ്ലാമിലെ കോടതിയുടെ ശിക്ഷകളെല്ലാം, ക്രിമിനൽ നിയമങ്ങളെല്ലാം. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവന് പിന്നെ ആഖിറത്തിൽ ശിക്ഷ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല, ഉണ്ടാകുമെന്നും പറയാൻ കഴിയില്ല. കാരണം അത് പരമമായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഈ ആയത്തനുസരിച്ച് അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അവരെ ശാപം പിന്തുടരും. അവർക്ക് വലിയ ശിക്ഷയും ഉണ്ടാകും. ആ ശിക്ഷ ഈ ശാപം തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ആഖിറത്തിലും ദുനിയാവിലും ഉള്ള ശിക്ഷയായിരിക്കുമോ, അതൊക്കെ നമുക്ക് ഏതും ആവാം എന്ന് സങ്കല്പിക്കാം. കാരണം അള്ളാഹുവിനാണ് പരമാധികാരം. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നെ അതോടൊപ്പം വേറെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന സ്ത്രീകളായതുകൊണ്ട് അവർ മനസ്സിലാക്കണം.
അള്ളാഹു അവർക്ക് നൽകുന്ന പരിഗണനകളിൽ ഒന്നാണ് ഇത്. ആണുങ്ങളെ പറ്റി അപവാദം പറയരുത്, കള്ളം പറയരുത്, ഏഷണി പറയരുത്, അതൊക്കെ ശരിയാണ്. അതിനൊന്നും ഇങ്ങനത്തെ അടിയും ശിക്ഷയൊന്നുമില്ല. നേരെ മറിച്ച് ഒരു പെണ്ണിനെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞാൽ അതിന് കഠിനമായ ശിക്ഷ ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്, സിവിൽ നിയമത്തിലുണ്ട്, എല്ലാ നിയമത്തിലുണ്ട്. അപ്പോൾ അള്ളാഹു എന്താ ചെയ്യുന്നത്? അള്ളാഹു സ്ത്രീയുടെ സ്ഥാനം, സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പരിഗണന നൽകുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അപവാദം പറയപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെക്കുറിച്ച് അപവാദം പറയപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് എന്താ ഉണ്ടാകുക? അവൾ നേരെ ചൊവ്വേ ഇങ്ങോട്ടും പറയുകയല്ല ഉണ്ടാകുക. ചിലപ്പോൾ പറഞ്ഞേക്കാം, ചില പെണ്ണുങ്ങളൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അതിനേക്കാളേറെ അവൾ ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ അവളുടെ മനസ്സ് വല്ലാത്ത ഒരു വേദനയിലേക്ക് പോകും. അവൾ വിഷമിക്കരുത്, അവൾക്ക് മാനസികമായ പ്രയാസമുണ്ടാവരുത്. ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ താല്പര്യമാണ്. അത് അള്ളാഹു പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. വലാ തഹ്സൻ അല്ലെങ്കിൽ വലാ യഹ്സന്ന, അള്ളാഹു പലയിടത്തും പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് മാനസികമായ വിഷമമുണ്ടാകാൻ പാടില്ല. ഇത് അപവാദം ഉണ്ടാകുകയും അത് പ്രചരിക്കുകയും ചെയ്താൽ അതിൻ്റെ ബാക്കി പത്രം ഒരു സ്ത്രീ മാനസികമായി തകരുക എന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, വ്യഭിചാര ആരോപണം ഉണ്ടായി. വ്യഭിചാര ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞു എന്ന് തന്നെ സങ്കല്പിക്കുക. അത് തെറ്റാണ് എന്ന് എല്ലാവരും അംഗീകരിക്കില്ല. മനുഷ്യന്മാരങ്ങനെയാണ്. പകൽ വെളിച്ചം പോലെ തെളിഞ്ഞാലും അയാളുടെ മനസ്സിൽ ഒരു റിമാർക്കുള്ള പെണ്ണാണ് എങ്കിൽ ആ പെണ്ണിനെ പറ്റി അയാൾ എപ്പോഴും വിശ്വസിക്കുക അവൾ പിഴച്ചവളാണ് എന്നായിരിക്കും. അതായത് അവളെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. ആയിഷ ബീവിയുടെ കാര്യത്തിലല്ല പറയുന്നത്. ആയിഷ ബീവിയുടെ കാര്യത്തിൽ ശുദ്ധീകരിക്കാൻ കഴിയുന്നത് രണ്ട് കാരണങ്ങളുണ്ടായതുകൊണ്ടാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഉണ്ട്, ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള വഹി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ വിഷയങ്ങളൊക്കെ അള്ള തന്നെ കൃത്യമായി പറയും, പ്രസ്താവിക്കും. അള്ള പറയുകയും ചെയ്തു, പ്രസ്താവിക്കുകയും ചെയ്തു. അതുവഴി കാര്യങ്ങളൊക്കെ ക്ലിയറായി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് 100% വിശ്വസിക്കാനും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് 100% വിശ്വസിക്കാനും കഴിയുന്ന അത്രയും മാനസികമായ ശക്തിയുള്ള ഒരു തലമുറയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇല്ല എന്ന് വന്നപ്പോൾ എല്ലാവരും ഖേദിച്ച് മടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലി എന്ന മുനാഫിക്കാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ. അയാളെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. അയാൾ അങ്ങനെ ജീവിച്ച് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഒരിക്കലും ആയിഷ ബീവിയെ ആ കണ്ണുകൊണ്ട് നോക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഹിജ്റ 57 ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അതുവരെയും സമുദായത്തിൻ്റെ ഉമ്മയായിട്ടാണ് ഓരോരുത്തരും കണ്ടിരുന്നത്. ഓരോ ഖലീഫമാരും തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉമ്മയെ സമീപിക്കുമായിരുന്നു. ഒരിക്കലും ആരും അങ്ങനെ ഒരു കണ്ണുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ഭാവിക്കുക പോലും ചെയ്തില്ല. അത് 100% ക്ലിയർ ആവാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലാണെന്ന് ആലോചിച്ച് നോക്കും. ഒരു പെണ്ണിനെക്കുറിച്ച് ഇങ്ങനൊരു അപവാദം വന്നാൽ അത് അവൾ കോടതിയിൽ പോയി, അല്ലെങ്കിൽ അവൾ സത്യം ചെയ്തു, തെളിഞ്ഞു, അവൾ പരിശുദ്ധയാണ്, അവൾ പതിവൃദ്ധയാണ്, ചാരിത്രവതിയാണ് എന്നൊക്കെ തന്നെയും തെളിഞ്ഞു നോക്കുക. എന്നാലും ചില ആൾക്കാർ പറയും, എന്തോ എനിക്കത് അത്ര കൊള്ളാൻ തോന്നണില്ല എന്ന് പറയും. ചില ആൾക്കാർ പറയും അതൊക്കെ വെറുതെ പറഞ്ഞതാണ്, സത്യത്തിൽ ഓള് പോക്ക എന്ന് പറയും. ഉണ്ടോ? അപ്പോൾ അവളുടെ മനസ്സിനെ പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അവളുടെ മനസ്സിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അത്രമാത്രമായതാണ്. പിന്നെ വേറെ പെണ്ണ് വ്യഭിചാര കേസ്
എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ചില സ്ഥലങ്ങളിലൂടെ തട്ടുന്നുണ്ട്. ആ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോ കുഞ്ഞിന് നേരെയും സംശയത്തിൻ്റെ കണ്ണുകൾ നീണ്ടു വരും. അപ്പോൾ അവൾക്ക് നേരെ ഉണ്ടാകുന്ന അപവാദങ്ങൾ അവളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അവളിലൂടെ അത് കാലം കഴിയുകയും ചെയ്യുകയില്ല. മറിച്ച് അത് കുറേ കാലം പിന്നെയും നിലനിൽക്കും. അവൾ പ്രസവിക്കുന്ന തലമുറകളിലേക്കൊക്കെ തന്നെയും അത് കടന്നു പോകും. അതുകൊണ്ടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ വളരെ ഗുരുതരമായി കാണുന്നതും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ട് എന്നൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ പറയുകയും ചെയ്യുന്നത്. ആ ആഖിറത്തിനെ അല്ലാഹു അടുത്ത ആയത്തിൽ വിവരിച്ചു തരുന്നുണ്ട്. യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അന്നത്തെ കാലത്ത് അവിടെ ന്യായീകരിക്കാനോ യുക്തി നിരത്താനോ ഒന്നും അള്ളാഹു അനുവദിക്കൂല. മറിച്ച് അന്നത്തെ ദിവസത്തിൽ എങ്ങനെയാണ് വിചാരണ എന്ന് പറയുന്നു. യൗമ തഷ്ഹദു അലൈഹിം, അവർക്കെതിരെ സാക്ഷികളായി വരുന്ന ദിവസം. ആരാണ് സാക്ഷികൾ വരിക? അൽസിനത്തും, അവരുടെ നാവ് തന്നെ. നാവ് എന്നില്ല, അവയവം. നാവിലൂടെ വരുന്ന സംസാരമല്ല, അവരുടെ സംസാരമല്ല, അവരുടെ നാവ് എന്ന അവയവം തന്നെ ഉണ്ടാവും. നാവ് എന്ന അവയവം തന്നെ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസം. വൈദീഹിം, അവരുടെ കൈകളും അവർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസം. അർജുലുഹും, അവരുടെ കാലുകളും അവർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസം. ബിമാക്കാനു യഅമലൂൻ, അവർ ചെയ്തിരുന്നത് കൊണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഈ ന്യായീകരണങ്ങളിലൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നർത്ഥം. തുടർന്ന് അല്ലാഹു പറയുന്നു, യൗമഇദിൻ യുവഫീഹിമുല്ലാഹു ദീനുഹും യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ് വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. യൗമഇദിൻ, അന്നേ ദിവസം, മേൽപ്പറഞ്ഞ ആ നാവുകളും കൈകളും കാലുകളുമൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ആ ദിവസം ഉണ്ടല്ലോ, അന്നേ ദിവസം അള്ളാഹു അവരുടെ ദീനിനെ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും എന്ന നേരെയുള്ള അർത്ഥം. അതിൻ്റെ അർത്ഥം ദീനിനെ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള പ്രതിഫലത്തെ എന്നാണ് ഉദ്ദേശം. ഇവിടെ ദീൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് പ്രതിഫലം എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിനും ഖുർആനിലെ പല സ്ഥലങ്ങളിലും ദീൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. സത്യമായ പ്രതിഫലം, അൽ ഹഖായ. വയഅലമൂന, അന്നേ ദിവസം അവരറിയുകയും ചെയ്യും, അന്നല്ലാഹു ഹുവൽ ഹഖുൽ മുബീൻ, അള്ളാഹുവാണ് പ്രകടമായ സത്യം എന്നവരറിയുകയും ചെയ്യും. കാരണം എന്താ? അവർ ഈ ദുനിയാവിൽ കേട്ടിരുന്ന ഓരോ കാര്യങ്ങളും, അവർക്ക് പലപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ വന്നിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ കണ്ണിന് മുമ്പിൽ പച്ചയായി യാഥാർത്ഥ്യമായി അങ്ങോട്ട് മനസ്സിലാകുന്ന ദിവസമാണല്ലോ. അങ്ങനത്തെ ദിവസമാണ് അത്. അള്ളാഹു അവരെ ശിക്ഷിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു പറയുന്നുണ്ട്, മറ്റൊരു ന്യായം കൂടി അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആയിഷ ബീവി പതിവ്രതയാണ്, ചാരിത്രവതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയാണ്, നബി ഉന്നതനാണ്, അപ്പം നബിയുടെ ഭാര്യയും ഉന്നതയാണ്, നബി വിശുദ്ധനാണ്, അപ്പം നബിയുടെ ഭാര്യയും വിശുദ്ധനാണ്. അപ്പോൾ അള്ളാഹു അത്തരത്തിലുള്ള ഒരു ഖദർ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഖള അനുസരിച്ചാണ് ഇവിടെ വിവാഹം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ എൻ്റെ പെണ്ണിനെ അന്വേഷിച്ചു, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ അവളെ കല്യാണം ചെയ്തു, കല്യാണം കഴിച്ചു, അങ്ങനെ നമ്മൾ കരുതുകയാണ്. പക്ഷേ സത്യത്തിൽ നമ്മൾ കരുതിയ പെണ്ണിനെ അല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്, ഒരിക്കലുമല്ല. നമ്മൾ കരുതിയ പെണ്ണിനെ അല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്, മറിച്ച് നമുക്ക് അള്ളാഹു വിധിച്ച പെണ്ണിനെയാണ് നമുക്ക് കിട്ടുന്നത്. ചില സമയത്തൊക്കെ നമുക്ക് തോന്നിപ്പോവാറില്ല, പല രംഗങ്ങളുണ്ട്. അതായത് ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ അത് മാത്രം നടന്നില്ല. അത് നടക്കാതെ വഴി തിരിഞ്ഞ് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ എത്രയോ കേസുകളുണ്ട്. പക്ഷേ അധികവും അങ്ങനെ പ്രകടമാവാറില്ല. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാൻ വെച്ചാൽ, ഒരു സ്വാലിഹായ ആളാണ് എങ്കിൽ
അയാൾ കല്യാണം ആലോചിക്കുമ്പോൾ 5 നേരം നിസ്കരിക്കണം എന്നുള്ള ഒരു പെണ്ണാണോ എന്ന് സ്വാഭാവികമായിട്ടും നോക്കുമല്ലോ. അപ്പോൾ അവിടെ മുഅ്മിനിന് മുഅ്മിനായ ഭാര്യയെ തന്നെ കിട്ടുക, മുഅ്മിനത്തിന് മുഅ്മിനായ ഭർത്താവിനെ തന്നെയാണ് കിട്ടുക. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു മദ്യപാനിയാണ് എങ്കിൽ അവൻ കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് അവന് കിട്ടുക. ഓപ്പോൾ ഒരു നല്ലൊരു സാലിഹത്തായ പെണ്ണിൻ്റെ വീട്ടുകാരോട് കല്യാണം ആലോചിച്ച് ചെന്നാൽ അവർ പറയും ഓൻ കുടിയനാത്രേ വേണ്ടാന്ന് പറയും, അല്ലേ? നേരെ മറിച്ച് ഓന് ഒരു കുടിയൻ്റെ മകളെയാണ് കല്യാണം ആലോചിച്ചതിന് ചിലവർ പറയും അത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിപ്പോൾ അങ്ങനെ പറയും ഉണ്ടോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ സത്യത്തിൽ കല്യാണം എന്ന് പറയുന്ന ബന്ധം അത് അള്ളാഹു തന്നെയാണ് ഉണ്ടാക്കുന്നത്. അള്ളാഹു നിശ്ചയിക്കുന്ന, അള്ളാഹു ആഗ്രഹിക്കുന്ന, അള്ളാഹു തീരുമാനിക്കുന്ന ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ ആ വഴിക്കും ഇത് ഗണിക്കാവുന്നതാണ് എന്നർത്ഥം. സ്വാലിഹായൊരു മനുഷ്യൻ്റെ ഭാര്യ തീർച്ചയായും സ്വാലിഹത്തായിരിക്കും. സ്വാലിഹത്തായ ഒരു പെണ്ണിൻ്റെ ഭർത്താവ് തീർച്ചയായും സ്വാലിഹായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ന ആൾ നല്ല ആളാണല്ലോ, പക്ഷേ ഭർത്താവുണ്ടല്ലോ അയാൾ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടല്ലോ ഓൾ ഇങ്ങനെയാണല്ലോ, ഓൾ അങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകും. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ 2 പേരും സമാനമായിരിക്കും. പുറത്ത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമാണ്. കാരണം അള്ളാഹു ആ കാര്യം അത് അവൻ്റെ തീരുമാനമാണ് എന്ന അർത്ഥത്തിലും അത് അവൻ്റെ താല്പര്യമാണ് എന്ന അർത്ഥത്തിലുമാണ് അവതരിപ്പിക്കുന്നത്. അള്ളാഹു പറയുകയാണ്, ആ കാര്യമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്ത്വയ്യിബാതു ലിത്ത്വയ്യിബീന വത്ത്വയ്യിബൂന ലിത്ത്വയ്യിബാത്ത് ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. അൽ ഖബീസാത്തു ദുർവൃത്തകളായ സ്ത്രീകൾ, ലിൽ ഖബീസീന ദുർവൃത്തരായ ആണുങ്ങൾക്ക് ഉള്ളതാണ്. വൽ ഖബീസൂന ദുർവൃത്തരായ ആണുങ്ങൾ, ലിൽ ഖബീസാത്തി ദുർവൃത്തരായ പെണ്ണുങ്ങൾക്കുള്ളതാണ്. വത്തയ്യിബാത്തു ഉദാത്തരായ ഉത്തമകളായ പെണ്ണുങ്ങൾ, ലിത്വയ്യിബീന ഉദാത്തരായ ആണുങ്ങൾക്കുള്ളതാണ്. വത്തയ്യിബൂന ഉദാത്തരായ നല്ലവരായ ആണുങ്ങൾ, ലിത്വയ്യിബാത്തി നല്ല പെണ്ണുങ്ങൾക്കുള്ളവരാണ്. ഉലായിക്ക അങ്ങനെയുള്ള നല്ലവർ, മുബറഊന അവർ മോചിതരാകുന്നു, മിമ്മാ യഖൂലൂൻ ഈ അപവാദക്കാർ പറയുന്ന അപവാദങ്ങളിൽ നിന്നെല്ലാം ഈ ത്വയ്യിബീങ്ങളും ത്വയ്യിബാത്തുകളും മോചിതരാകുന്നു. ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തുണ്ട്, വറിസ്ഖുൻ കരീം വളരെ മാന്യമായ റിസ്ഖുമുണ്ട്. ഈ ആയത്തിൻ്റെ ആശയത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കിയതും നമ്മൾ പറഞ്ഞതും. അപ്പോൾ ഒരാൾ നല്ല ആളാണെങ്കിൽ അയാളെ ഭാര്യയും നല്ല ആളായിരിക്കും. ഒരുത്തി നല്ലവളാണെങ്കിൽ അവളുടെ ഭർത്താവും നല്ല ആളായിരിക്കും, തിരിച്ചും അങ്ങനെ ആയിരിക്കും. നല്ല ആൾക്കാർ ഇത്തരം അപവാദങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു വേറെ ഒരു വിഷയത്തിലേക്ക് വരികയാണ്. അതൊരു സാംസ്കാരികമായ കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റുകളിലേക്കും തിന്മകളിലേക്കും നമ്മൾ പോകാൻ പാടില്ല, കടക്കാൻ പാടില്ല. അതിന് അള്ളാഹു കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, കർശനമായ ശിക്ഷകൾ വെച്ചിരിക്കുന്നു.
അതേസമയം അതിനുള്ള സാധ്യതകളിലേക്കും നമ്മൾ കടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നിയമവും താല്പര്യവും മുന്നോട്ട് വെക്കുന്ന അള്ളാഹു ഇത്തരത്തിലുള്ള സാധ്യതകളുടെ വാതിലുകളും കൊട്ടിയടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഗൃഹപ്രവേശന സംസ്കാരം. അതായത് നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ആ മര്യാദകളാണ് ഇനി പറയുന്നത്. ആ മര്യാദകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കണം, ഒന്നത്. രണ്ടാമത്തേത്, അവിടെ സമ്മതം ചോദിക്കാൻ സമ്മതം കിട്ടിയില്ലെങ്കിൽ മടങ്ങിപ്പോരണം. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത്. നോക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇസ്ലാമിലെ വളരെ ശ്രദ്ധേയമായ ഒരു സാമൂഹ്യ മര്യാദയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുതന്നെയാണ് സലാം പറഞ്ഞുകൊണ്ടും അനുമതി ചോദിച്ചും മാത്രമേ അന്യരുടെ വീട്ടിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കോളിംഗ് ബെല്ലടിക്കുക എന്ന് പറയും. കോളിംഗ് ബെല്ലടിച്ചാൽ അത് അനുമതി തരുന്ന പോലെ തന്നെയാണ്, അതിൻ്റെ അർത്ഥം അതാണ്. ഇതൊന്നും പാലിക്കാതെ അന്യരുടെ വീട്ടിലേക്ക് അത് കടന്നു ചെല്ലുക, സ്വതന്ത്രമായി പെരുമാറുക തുടങ്ങിയ സമീപനം ഉണ്ടാകുമ്പോൾ ആ വീട്ടുകാർക്ക് അതൊരു അസ്വസ്ഥതയായിത്തീരും. അത് അവരുടെ മാനസികമായ സമാധാനത്തെ ഭംഗം വരുത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാടില്ല, അതൊരു ദുസ്വഭാവമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. മാത്രമല്ല, നമ്മൾ സമ്മതം ചോദിച്ച് സലാം പറഞ്ഞുകൊണ്ടാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ നമ്മൾ കാണാൻ പറ്റാത്ത വല്ല രൂപത്തിലുമാണ് അവർ എങ്കിൽ അവർക്ക് നന്നാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് വസ്ത്രമൊന്നും വേണ്ട പോലെ ശരീരത്തിന് ഇതില്ലാതിരിക്കുന്ന സമയമാണെങ്കിലോ, അപ്പോൾ അല്ലെങ്കിൽ തലമറക്കാതിരിക്കുന്ന സമയമാണെങ്കിലോ നമ്മൾ സമ്മതം ചോദിച്ച് ചെല്ലുകയാണെങ്കിൽ, സലാം പറഞ്ഞ് ചെല്ലുകയാണെങ്കിൽ അതൊക്കെ ശരിയാക്കാൻ അവസരം കിട്ടും. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു തെറ്റായ ചിന്ത കടന്നുകൂടാനുള്ള, നമ്മുടെ മനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സ്വീകരിക്കുന്ന വീട്ടുകാരുടെ മനസ്സിലാണെങ്കിലും ഒരു തെറ്റായ ചിന്ത കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ നിയമം കൊണ്ടുവന്നത്. സാമൂഹ്യമായ ലൈംഗിക അച്ചടക്കം എത്രമാത്രം കണിശമായിട്ടാണ് അള്ളാഹു താല്പര്യപ്പെടുന്നത് എന്നതുകൂടി ഇതിൽ നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹു പറയുന്നു, ലാ യ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരായവരെ, ലാ തദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കരുത്, ബുയൂത്തൻ, വീടുകളിലേക്ക്, ഗൈറ ബുയൂത്തിക്കും, നിങ്ങളുടെ സ്വന്തം വീടുകൾ അല്ലാത്ത, ഹത്താ തസ്തഇനിസു, ഉണ്ടോ, ഹത്താ തസ്തഇനിസു, ഇവിടെ ഇതിൻ്റെ അർത്ഥം സമ്മതം തേടുന്നത് വരെ, വതുസല്ലിമു, സലാം പറയുന്നത് വരെയും, അലാ അഹ്ലിഹ, ആ വീട്ടുകാരുടെ മേൽ. നിങ്ങളങ്ങനെ, അതായത് സമ്മതം ചോദിക്കുകയും സലാം പറയുകയും ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കടക്കാൻ പാടില്ല. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈറ്, ലഅല്ലക്കും തദ്ദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇനി അതിൻ്റെ ഭാഗം തന്നെയാണ് പറയുന്നത്, ഫഇൻ ലം തജിദൂ ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്സന ലക്കും വഇൻ ഖീല ലക്കും ഇർജിഉ ഫർജിഉ ഹുവ അസ്കാ ലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം. അതിൽ രണ്ട് സാധ്യതകൾ ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ സമ്മതം ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് കയറണ്ട, ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റിയ സാഹചര്യമല്ല, അങ്ങനെ പറയാം. അല്ലെങ്കിലോ സമ്മതം ചോദിച്ചപ്പോൾ അതിന് ജവാബൊന്നുമില്ല, വീട്ടിലാരുമില്ല. അങ്ങനത്തെ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ രണ്ട് സാഹചര്യങ്ങളുടെ പരിഹാരം എന്താണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇവിടെ. ഫഇല്ലം തജിദു, നിങ്ങൾ കണ്ടില്ലെങ്കിൽ, ഫിഹാ,
വീട്ടിൽ അഹദൻ ഒരാളെയും, നിങ്ങൾക്ക് മറുപടി തരാൻ, നിങ്ങൾക്ക് സമ്മതം തരാൻ പറ്റുന്ന ഒരാളെയും അവിടെ കണ്ടില്ല എങ്കിൽ ഫലാ തദ്ഖുലൂഹ ഹത്താ യുഅ്ദന ലക്കും, സമ്മതം കിട്ടുന്നത് വരെ നിങ്ങൾ കടക്കാൻ പാടില്ല. ഇവിടെ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കടന്നതാണ് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്നാണോ എപ്പോഴാണോ എങ്ങനെയാണോ സമ്മതം കിട്ടുന്നത് അതുവരെയും നിങ്ങൾ കടക്കരുത്. ഇനി വഇൻ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ ഇർജിഉ, നിങ്ങൾ മടങ്ങുക എന്ന് പറയപ്പെട്ടാൽ ഫർജിഉ, നിങ്ങൾ മടങ്ങുകയും ചെയ്യുക. ഹുവ അസ്കാ ലക്കും, അത് നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധി നൽകുന്നതാണ്, അതായത് ഏറ്റവും ഉദാത്തമാണ്, ഏറ്റവും ഉദാത്തമാണ്. വല്ലാഹു, അല്ലാഹു ബിമാ തഅമലൂന, നിങ്ങൾ ചെയ്യുന്നതെന്താണോ അതുകൊണ്ട് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്തു. സമ്മതം കിട്ടിയില്ലെങ്കിലും സമ്മതം തരാൻ ആളില്ലെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെയും നിയമങ്ങൾ പറയുന്നതിൽ നിന്ന് നമുക്ക് സമ്മതം തേടുക എന്നത് വളരെ ഗൗരവമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നു. ഇനി വേറെ ഒന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാധനം ഒരു വീട്ടിലാണ് ഉള്ളത്, ആ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ പിന്നെ അവിടെ നമ്മുടെ സാധനം അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് കടക്കാതിരിക്കാൻ കഴിയില്ല, എന്നാൽ അവിടെ സമ്മതം ചോദിക്കാൻ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഒന്നുകൂടി വ്യക്തമായി പറയാം. അപ്പോൾ ഒരു ഗോഡൗണിൽ പോയിട്ട് നമ്മളെ സാധനം എടുത്തുകൊണ്ട്, അപ്പോൾ നമ്മളെ വീടല്ലല്ലോ, ഗോഡൗൺ എന്ന് പറഞ്ഞാൽ വേറെ ആൾ നമ്മൾ വാടക എടുക്കുന്ന വീടാണ്. അപ്പോൾ അവിടേക്ക് കിടക്കാനോ അതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അത് കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂന أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون. ലൈസ അലൈക്കും, നിങ്ങൾക്കില്ല, ജുനാഹുൻ, കുറ്റമില്ല, അൻ തദ്ഖുലൂ, നിങ്ങൾ കടക്കുന്നത്, ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ, താമസം ഇല്ലാത്ത വീടുകളിലേക്ക്. എങ്ങനത്തെ വീടുകൾ? ഫിഹാ മതാഉൻ ലക്കും, അതിൽ നിങ്ങളുടെ ചരക്കുകളുണ്ട്. അപ്പം നിങ്ങളുടെ ചരക്കുകളുള്ള ആൾപ്പാർപ്പില്ലാത്ത വീടുകളിലേക്ക് സമ്മതം ചോദിക്കാതെ സലാം പറയാതെ കടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വല്ലാഹു യഅലമു, അല്ലാഹുവിനറിയാം, മാ തുബ്ദൂന, നിങ്ങൾ സ്പഷ്ടമാക്കുന്നതിനെയും, വമാ തക്തുമൂന, നിങ്ങൾ ഗോപ്യമാക്കുന്നതിനെയും, നിങ്ങൾ വെളിവാക്കുന്നതിനെയും നിങ്ങൾ മറച്ചു പിടിക്കുന്നതിനെയും എല്ലാം അള്ളാഹുവിനെ നന്നായി അറിയാം. 29 ആയത്തുകളിൽ നമ്മൾ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ്. അടുത്ത ക്ലാസ്സിൽ 30-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് കേൾക്കാം, പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.